ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മാസ്റ്റർ ട്രഷറി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് ഡെസിമൽസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇന്നിനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ സിംപ്ലിഫിക്കേഷൻസ്, കുറേ വേർഡ് പ്രോബ്ലംസ്, അതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 1/5 പ്ലസ് 1/5 സ്ക്വയർ പ്ലസ് 1/5 ക്യൂബ്? ഇവിടെ നമുക്കറിയാം ഇതൊക്കെ 5ൻ്റെ പവേഴ്സാണ് ഡിനോമിനേറ്റർ. അപ്പോൾ നമുക്കതിനെ 10ൻ്റെ പവേഴ്സാക്കി മാറ്റണം, കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓരോന്നിനെയും അതിൻ്റെ പവേഴ്സ് 10ൻ്റെ പവേഴ്സ് ആക്കാനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ, ഈക്വലൻ്റ് ഫ്രാക്ഷൻ എഴുതുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 × 2 2/5 × 2 പ്ലസ് ഇവിടെയാണെങ്കിൽ 2 സ്ക്വയർ, അതായത് 1 × 2 സ്ക്വയർ 2 സ്ക്വയർ ബൈ 5 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് ഇവിടെ 2 ക്യൂബ് ബൈ 5 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് അല്ലേ? ഇപ്പോൾ എത്ര വരും? ദാറ്റ്സ് ഈക്വൽ ടു ഇത് 2/5 × 2 10 പ്ലസ് 4 2 സ്ക്വയർ 4 ഡിവൈഡഡ് ബൈ ഇതെത്ര വരും? 2 5 × 2 ആണ്. അപ്പോൾ 10 × 10 അതായത് 100 പ്ലസ് ഇത് 3 ഉണ്ട്. അപ്പോൾ എത്ര വരും? 2 ക്യൂബ് ആകുമ്പോൾ 2 × 2 × 2 8 ഡിവൈഡഡ് ബൈ 10 3 തവണയുണ്ട്. അപ്പോൾ 1000. നമുക്ക് നേരിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. ഇത് 2 × 1/10 ആണ്, 4 × 1/100, 8 × 1/1000. ഇതിനെ നമുക്ക് നേരിട്ട് ഡെസിമലായിട്ടങ്ങ് എഴുതാം. 1/10ൻ്റെ ആണ് ആദ്യത്തേത്. അപ്പോൾ 0 ആണ് ഹോൾ നമ്പർ പാർട്ട്. 0.10ൻ്റെ 2 ആണ്, 100th 4 ആണ്, 1000th 8 ആണ് അല്ലേ? അപ്പോൾ 0.248. അപ്പോൾ ഇങ്ങനെ നേരിട്ട് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഡെസിമലാക്കി ആഡ് ചെയ്താലും മതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2/10.2 ആണ്, 4/100 0.04 ആണ്, ഇത് 0.008 ആണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 842 പോയിൻറ്റ് അല്ലേ? 0.248. If 47.2506 is equal to 4a plus 7/b plus 2c plus 5/d plus 6e, then find 5a plus 3b plus 6c plus d plus 3e. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കിത് തന്നിട്ടുണ്ട്. ഇവിടെ 47.2506 അതിൻ്റെ ഒരു എക്സ്പാൻഡഡ് ഫോമായത്. നമുക്ക് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എഴുതിയാൽ പ്ലേസ് വാല്യൂ വെച്ച് എക്സ്പാൻഡഡ് ഫോം എഴുതാമല്ലോ. 47.2506 ഈക്വൽസ് എക്സ്പാൻഡ് ചെയ്ത് എഴുതി എങ്ങനെ വരും? 47 അപ്പം 4 × 10 അല്ലേ? പ്ലസ് 7 × 1 ആണല്ലോ, പ്ലസ് 2 × 10ൻ്റെ പ്ലേസാണ് 2 × 1/10 പ്ലസ് 5 × 1/100 0 × 1/1000 6 × 1/10,000 അല്ലേ? ഇതാണ് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം. ഇതിൽ നിന്ന് നമുക്ക് ഇത് നോക്കി ഇതിൻ്റെ വില കണ്ടുപിടിച്ചാൽ മതി. എയുടെ വില എന്താണ്? 4a is equal to 4 × 10. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? a is equal to 10. a is equal to 10. അടുത്തത് 7/b is equal to 7 × 1. അപ്പോൾ ബിയുടെ വില എന്തോ വരും? 1 തന്നെ വരും. b is equal 7/b is equal to 7 × 1. അപ്പോൾ അതിൽ നിന്ന് b is equal to 1 എന്ന് കിട്ടുന്നു. അടുത്തത് 2c is equal to
2 × 1/10. അപ്പോൾ സിയുടെ വില എന്താണ്? 1/10. അത് നമുക്ക് നേരെ എഴുതാനുള്ളത്. സി ഈസ് ഈക്വൽ ടു 1/10. അടുത്തത് 5/d ഈസ് ഈക്വൽ ടു 5 × 1/100. അപ്പോൾ ഡി എന്ത് വരും? 5 × 1 5. 5/100 അല്ലേ ഇത്? അപ്പോൾ ഡിയുടെ സ്ഥാനത്ത് എന്ത് വരും? ഡി ഈസ് ഈക്വൽ ടു 100 അല്ലേ? ഡി ഈസ് ഈക്വൽ ടു 100. 5/d ഈസ് ഈക്വൽ ടു 5 × 1/100 എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഡി ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടുന്നു. അപ്പോൾ എ ഈക്വൽസ് 10, ബി ഈക്വൽസ് 1, സി ഈക്വൽസ് 1/10, ഡി ഈക്വൽസ് 100. ഇനി നമുക്ക് ഇയുടെ എന്താണ്? 6 × എന്നാണ്. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു 6 × എന്ന് പറയുമ്പോൾ ഇ ഈസ് ഈക്വൽ 1/10,000 ആണ് അല്ലേ? ഇത്രയും വില നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എല്ലാത്തിൻ്റെയും വിലയായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്ത് വരും? അതായത് 5a + 3b + 6c + d + 3e. ഇതിൻ്റെ വിലയാണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ്സ് ഈക്വൽ ടു 5 × a 5 × 10 + 3 × b, അതായത് 3 × 1 + 6 × c. c എന്താണ്? 1/10. 6 × 1/10 + d 100 + 3e 3 × 1/10,000. അതെത്ര വരും അപ്പോൾ? 50, 53, 153. അപ്പോൾ 153. ഇനി 1/10ഉം 1/10,000ഉമാണുള്ളത് അല്ലേ? അതിൻ്റെ പാർട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പോയിൻ്റ് ഇട്ടു. 1/10ൻ്റേതാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. പോയിൻ്റ് കഴിഞ്ഞ് തൊട്ടടുത്തുള്ളത് 1/10ൻ്റേതാണ് 6. ഇനി അടുത്തത് 1/100 എഴുതേണ്ടത്. ഇല്ല, 0 ഇട്ടു. അടുത്തത് 1/1000 എഴുതേണ്ടത്. അതും ഇല്ല, 0 ഇട്ടു. അടുത്തത് 1/10,000 എഴുതേണ്ടത്. അപ്പോൾ എന്താണ്? 3 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ അതാത് വാല്യൂ വെച്ച് നമുക്ക് എഴുതാനുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? 0.6 അല്ലേ? 6/10. 6/10 എന്ന് പറയുന്നത് 0.6 ആണ്. പിന്നെ ഇത് എന്ത് വരും? എത്ര സ്ഥാനം? 1 2 3 4 4 സ്ഥാനം എന്ന് പറയുമ്പം 3 എഴുതുക, അതൊരു സ്ഥാനമായി 3 0 ഇടുക, എന്നിട്ട് പോയിൻ്റ് ഇടുക അല്ലേ? എന്നിട്ട് കൂട്ടുക. അപ്പോൾ എന്ത് വരും? 3 0 0 6 പോയിൻ്റ്. ഹോൾ നമ്പർ പാർട്ട് ഇവിടെ ഉണ്ടല്ലോ, 153. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റുഡൻറ്റ് വാസ് ആസ്ക്ഡ് ടു ഡിവൈഡ് എ നമ്പർ ബൈ 3, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഡിവൈഡിങ് ഇറ്റ് he multiplied it by 3 and got 29.7. What was the correct answer? എന്ത് ചെയ്താൽ മതി? ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ 29.7 എന്ന് കിട്ടി. പക്ഷേ ശരിക്കുള്ള ക്രിയ ചെയ്തിരുന്നെങ്കിൽ വാട്ട് വാസ് ദ കറക്റ്റ് ആൻസർ? അപ്പോൾ ഇവിടെ 29.7 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലെ ആ നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയത് അല്ലേ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഈ നമ്പർ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ നമ്പർ കാണണം. ക്വസ്റ്റ്യനകത്ത് ആ നമ്പർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലേ? നമ്പർ ടു ബി ഡിവൈഡ് ചെയ്യപ്പെടുന്ന നമ്പർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അതിനെന്ത് ചെയ്താൽ മതി? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയതാകുമ്പോൾ 29.7നെ 3 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരെ? മതി. അപ്പോൾ നമ്പർ ടു ബി ഡിവൈഡഡ് ഈക്വൽ ടു 29.7നെ 3 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി.
അപ്പോൾ നമുക്ക് അവിടുത്തെ ആ നമ്പർ കിട്ടും. ഇനി എന്നിട്ട് കറക്റ്റ് ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യുക, അല്ലേ? ആ നമ്പറിന് എന്താ പറഞ്ഞേക്കുന്നത്? ഡിവൈഡ് ബൈ 3 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ കാണാൻ അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലേ? ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിൽ കിട്ടുന്ന ആൻസറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് നമുക്കിപ്പോൾ ഈ ക്രിയ ഇവിടെ ചെയ്യണ്ട, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഈക്വൽ ടു, ഈ നമ്പർ ഇതാണ് 29.7/3. അതിനെ 3 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലേ? 29.7/3 ഇൻറ്റു 1/3. അപ്പോൾ എന്ത് വരും? 29.7/3 ഇൻറ്റു 3 9. ഈ ക്രിയ അങ്ങ് ചെയ്താൽ മതി. അത് എത്ര വരും? 29.7 ഡിവൈഡഡ് ബൈ 9. 9 ഇൻറ്റു 3 27. 27 സബ്ട്രാക്ട് 2. അടുത്ത പ്ലേസ് ഇറക്കി എഴുതുന്നു 10ൻ്റെ. അപ്പോൾ ഡെസിമൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി എഴുതാൻ പോകുന്നത് 1/10ൻ്റെ പ്ലേസാണ്. അപ്പോൾ പോയിൻ്റ് കൊടുത്തു, 7 ഇറക്കി എഴുതി, അല്ലേ? 27നെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇൻറ്റു 3 തന്നെയല്ലേ? അപ്പോൾ 3 എഴുതി. അപ്പോൾ 27 0. ദ ആൻസർ ഈസ്, കറക്റ്റ് ആൻസർ ഈസ് 3.3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 0.00033 ഡിവൈഡഡ് ബൈ 0.11 ഓഫ് 30 ഇൻറ്റു 100. എങ്ങനെയാണ് ഈ ക്രിയ ചെയ്യുന്നത്? ഇവിടെ ഇങ്ങനെ ഇതിൽ നമുക്കറിയാം, ഇത് ഓഫ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇൻറ്റു ആണെന്നറിയാം. പിന്നെ ഇതിൽ ആദ്യമേ ചെയ്യേണ്ട ക്രിയ ഏതാണ്? ഡിവിഷനാണ് ചെയ്യേണ്ടത്, അല്ലേ? ഡിവിഷൻ കഴിഞ്ഞാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബോട്ട് മാസ് റൂൾ. ബ്രാക്കറ്റ്, പിന്നെ ഓർഡർ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. 0.00033 ഡിവൈഡഡ് ബൈ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ഇതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, അല്ലേ? അതായത് നമുക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ 0.00033 ഡിവൈഡഡ് ബൈ 0.11 ഓഫ് എന്ന് പറയുന്നത് 30 ആണ്, അല്ലേ? ഡിവിഷനാണ്. അപ്പോൾ ഇതിനാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 100 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ എഴുതുന്നു. ഇനി ഇതെങ്ങനെ ചെയ്യും? ഈ ക്രിയ എങ്ങനെ ചെയ്യും? ദാറ്റ്സ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ 5 1 2 3 4 5 പ്ലേസ് ഉണ്ട്. ഡിനോമിനേറ്ററിൽ ഡെസിമൽ പ്ലേസസ് എന്ന് പറയുന്നത് 1 2, അല്ലേ? ഇവിടെ 5 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. 33 ബൈ 5 0 വരുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ 1 lakh. 10⁵5 എന്നങ്ങ് എഴുതാം. 10⁵5 എന്നെഴുതുന്നു. പിന്നെ ഇൻറ്റു ഇവിടെ 0.11, അത് നമുക്ക് 11 എന്നെഴുതാം. 11 ബൈ എത്ര? 100. 100 അപ്പം മേളിൽ പോകത്തില്ലേ? മേളിൽ എഴുതണം. എന്ന് പറയുമ്പോൾ 100 എന്ന് പറയുമ്പോൾ 10² എന്നങ്ങ് ചുരുക്കി എഴുതുന്നു. 100. പിന്നെ എന്തൊക്കെ ഇനി എഴുതാനുണ്ട്? മുകളിലൊരു 100 ഉണ്ട്, താഴെ ഒരു 30 ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ക്രിയകൾ ചെയ്യാം. എത്ര വരും? ഇതും വെട്ടി, പൂജ്യങ്ങൾ വെട്ടി. 11 3 33. 3യും 3യും കൂടെ വെട്ടി. ബാക്കി പിന്നെ എത്ര ഉണ്ട്? മുകളിൽ 3 10 3 tens, താഴെ 5 ഉണ്ട് എന്ന് പറയുമ്പോൾ ആ 3 10 അങ്ങ് വെട്ടിപ്പോത്തില്ലേ? ബാക്കി പിന്നെ എന്ത് വരും? 2 10. 10 ഇൻറ്റു 10 അടിയിൽ വരും. അപ്പോൾ 1/10² ആണ് അടിയിൽ വരുന്നത്, അല്ലേ? അതായത് 1/100.
ദാറ്റ്സ് ഈക്വൽ ടു 0.1/100 എന്ന് പറയുമ്പോൾ 2 സ്ഥാനം 1 എഴുതി 0 ഇട്ട് പോയിൻ്റ് ഇട്ട് ഹോൾ നമ്പർ. അപ്പോൾ അങ്ങനെയാണത് 0.01. അപ്പോൾ ഇന്ന് നമ്മൾ വ്യത്യസ്തങ്ങളായ കുറച്ച് പ്രോബ്ലംസ് കണ്ടു. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി വേറെ കുറേ പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.